ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടാലിയിൽ സെയിൽസ് റിപ്പോർട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെയിൽസ് റിപ്പോർട്ട് ജസ്റ്റ് സെയിൽസ് മാത്രമായിട്ടല്ല, അത് മന്ത് വൈസ് ആയിട്ട്, ഡേ വൈസ്, പീരിയഡ് വൈസ്, പാർട്ടി വൈസ്, അതേപോലെ ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട് പിന്നെ സെയിൽസ് ലെഡ്ജർ എടുത്തിട്ട് എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ഓരോ മാസവും നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിപ്പോർട്ടുകൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഒറിജിനൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ എല്ലാ മാസവും കറക്റ്റായിട്ട് എല്ലാ ഡേറ്റിലെയും എൻട്രി ചെയ്തിട്ടുണ്ടാവും. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ട് വരിക. ഓരോ ഡീറ്റെയിൽ വെച്ചിട്ടും നമുക്കതിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുന്നത് ഒരു മന്ത് വൈസ് സെയിൽസ് റിപ്പോർട്ട് എങ്ങനെ നോക്കാം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഗെറ്റ് വേ ഓഫ് ടാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വിൻഡോ വന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഡിസ്പ്ലേ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഓരോ ദിവസത്തെയും നമുക്ക് കാണണം. അപ്പോൾ അതിൽ അക്കൗണ്ട്സ് ബുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട്, സെയിൽസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സെയിൽസ് രജിസ്റ്റർ എടുക്കുക, എൻട്രി ചെയ്യുക. അപ്പോൾ സെയിൽസ് രജിസ്റ്റർ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ മാസവും നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽ. ഇപ്പോൾ ഇതിൽ ജൂലൈയിൽ നടന്നിട്ടുള്ളതാണ് ഈ വരുന്നത്. നമ്മളിതിൽ എൻട്രി ചെയ്യുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ മാസത്തെയാണ് നമ്മൾ നോക്കുന്നത്. എസ്കേപ്പ് ചെയ്യുക, അടുത്ത മന്ത് സെലക്ട് ചെയ്യുക. ഓഗസ്റ്റിൽ വരുന്നതാണ് അടുത്തത്. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്ത് വരുന്നുണ്ട്. താഴേക്ക് ക്യാഷ് ആയിട്ട് നടന്നിട്ടുള്ളതും കമ്പനികൾക്ക് സെയിൽ ചെയ്തിട്ടുള്ളതും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇങ്ങനെ നമ്മളിപ്പോൾ നോക്കിയത് മന്ത് വൈസ് എടുത്ത് നോക്കി. ഇതേ മന്തിൽ നമുക്ക് ഒരു ദിവസത്തെ റിപ്പോർട്ട് മാത്രം എടുത്തു നോക്കണം ഏതെങ്കിലും. ഇനി ഇതിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം റിപ്പോർട്ട് എടുത്തു നോക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രത്യേക മാസം നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഓൾട്ട് F2 എന്നുള്ളത് കൊടുക്കുക. ഓൾട്ട് F2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ 1/8 വരുന്നത്. 1/8 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 5/8 എന്ന് പറയുന്ന ദിവസത്തെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾട്ട് F2 കൊടുത്തു. അപ്പോൾ ചേഞ്ച് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ഇതിൽ വന്ന് 5/8 എന്നുള്ളത് കൊടുക്കുക. 2 എന്നുള്ള സ്ഥലത്തും ഫ്രമ്മിൽ 5/8 കൊടുത്തു. അതേപോലെ തന്നെ 2 എന്ന് പറഞ്ഞ ഭാഗത്തും 5/8 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മാസത്തിലെ ഒരു ദിവസത്തെ മാത്രം റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ മന്ത് വൈസ് റിപ്പോർട്ടാണ് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഡേ വൈസ് സെയിൽസ് റിപ്പോർട്ട് നമുക്ക് ഈ ഫോർമാറ്റിൽ നമുക്ക് നോക്കാം. ഓരോ ദിവസത്തെ ഓൾട്ട് F2 കൊടുക്കുക. ഇനി ഒരു 10-ാം തീയതി നടന്നിട്ടുള്ളതാണ്. അപ്പോൾ 10/8 2ലും 10/8 തന്നെ കൊടുക്കണം. അപ്പോൾ 10-ാം തീയതി നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം. ഇനി ഓരോന്നിലെയും നമുക്ക് ബിൽ നമ്പറും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിലും എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെ സെയിൽസിൻ്റെ ലിസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും, സെയിൽസിൻ്റെ ലെഡ്ജറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അത് എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ മന്ത് വൈസും അതുപോലെ തന്നെ ഡേ വൈസും ആണ് നോക്കിയത്. ഇനി നമുക്ക് ഓരോ പീരീഡായിട്ടാണ് കാണേണ്ടത്. ഇത്ര മുതൽ ഇത്ര വരെ വരണം, അങ്ങനെയാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ പീരീഡ് വൈസ് സെയിൽസ് റിപ്പോർട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിതിൽ എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് ചെയ്ത് പുറത്ത് വന്നതിന് ശേഷം ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷനിൽ തിരിച്ചു വരിക. അപ്പോൾ ഡിസ്പ്ലേ തന്നെയാണ് എടുക്കുന്നത്. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്കിൽ ലെഡ്ജർ സെലക്ട് ചെയ്യാം. ലെഡ്ജർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലെ സെയിൽസ് സെലക്ട് ചെയ്യണം. സെയിൽസ് സെലക്ട് ചെയ്യുക. സെയിൽസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പീരിയഡ് കൊടുക്കണം. ഏത് മുതൽ ഏത് വരെയുള്ള പീരിയഡാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് ലാസ്റ്റ് മന്താണ് കിടക്കുന്നത് 1/12. അപ്പോൾ നമുക്കൊരു 1/10 മുതൽ 31/12 വരെയുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾട്ട് F2 വീണ്ടും നമ്മൾ കൊടുക്കുന്നു. 1/10 to 31/12. അപ്പോൾ നമുക്ക് 10-ാം മാസം മുതൽ 12-ാം മാസം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടു.
ഇതേപോലെയാണ് വരിക. ഇനി ഇത് ഇങ്ങനെ മന്ത് വൈസ് മാത്രമല്ല, ഒരു ഡേറ്റിൽ തന്നെ ഇപ്പോൾ 11ാം മാസത്തിൽ നമുക്ക് 5-ാം തീയതി മുതൽ 10ാം തീയതി വരെയുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓൾട്ട് F2 കൊടുത്തതിന് ശേഷം 5-12 to 15-12 അല്ലെങ്കിൽ 10-12 നമുക്ക് ഏത് ഡേറ്റ് വരെയാണോ വേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ആ 12ാം തീയതി മുതൽ 5ാം തീയതി മുതൽ 15ാം തീയതി വരെയുള്ള മാത്രം റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇതാണ് പീരിയഡ് വൈസ് നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി പാർട്ടി വൈസ് ആയിട്ട് നോക്കണം. ഓരോ പാർട്ടിയും അവർ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ മാസങ്ങളിൽ സെയിൽ ചെയ്തിട്ടുണ്ട്, എത്രയാണ് സെയിൽസിൻ്റെ എമൗണ്ട് വരുന്നത്, ഇങ്ങനെ ഓരോ പാർട്ടീനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാണേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എസ്കേപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ തന്നെ എടുക്കുക. ഡിസ്പ്ലേയിൽ അക്കൗണ്ട്സ് ബുക്കിൽ ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓരോ പാർട്ടി നെയിമും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓറിയൻ്റ് ലിമിറ്റഡിൻ്റെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഓറിയൻ്റ് ലിമിറ്റഡ് സെലക്ട് ചെയ്യുക. 1-11 മുതലുള്ളതാണ്, 11ാം മാസത്തെയാണ് റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഒരു 9ാം മാസത്തെ റിപ്പോർട്ട് കാണണം എന്നുണ്ടെങ്കിൽ 9ാം മാസത്തിൽ ഈ ഓറിയൻ്റ് ലിമിറ്റഡ് സെയിൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1-9 എന്നുള്ളത് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ 1-9 നടന്നിട്ടുള്ള സെയിൽസിൻ്റെ, അപ്പോൾ ഓരോ പാർട്ടിയുടെയും ഓരോ മാസത്തെ സെയിൽസും പ്രത്യേകം എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പാർട്ടി വൈസ് ആയിട്ട് സെയിൽസ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഐറ്റം വൈസ് ആണ്. ഓരോ പ്രോഡക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റുകളെല്ലാം ഏതൊക്കെ മാസം സെയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പർച്ചേസ് ഏത് മാസത്തിൽ വന്നിട്ടുണ്ട്, സെയിൽസ് ഏത് മാസത്തിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള റിപ്പോർട്ട് നമുക്ക് കാണണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഐറ്റം വൈസിൻ്റെ സെയിൽസ് റിപ്പോർട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എസ്കേപ്പ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ തന്നെ എടുക്കുക. ഡിസ്പ്ലേയിൽ നമ്മൾ ഇൻവെൻട്രി ബുക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻവെൻട്രി ബുക്ക് സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റോക്ക് ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഈ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ഐറ്റവും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം വന്നിട്ടുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് സെയിൽ വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെപ്റ്റംബറിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നവംബറിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊരു ഐറ്റം സെലക്ട് ചെയ്താലും ആ ഐറ്റം ഏതൊക്കെ മാസത്തിൽ സെയിൽസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൽ ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഇവിടെ ജൂലൈയിൽ പർച്ചേസ് വന്നിട്ടുണ്ട്, ഓഗസ്റ്റിൽ പർച്ചേസ് ഉണ്ട്, സെപ്റ്റംബറിൽ പർച്ചേസ് ഉണ്ട്, അതേപോലെ ഈ 3 മാസങ്ങളിലും സെയിൽസ് നടന്നിട്ടുണ്ട്. പിന്നെ ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലൊക്കെയാണ് സെയിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻവേർഡ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്തതും ഔട്ട്വേർഡ് എന്ന് പറയുന്നത് സെയിൽ ചെയ്തതും പിന്നെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇപ്പോൾ നമുക്ക് ഈ മാസം ആർക്കാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആ മാസത്തെ ഐറ്റത്തിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ആർക്കൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഡേറ്റിലാണ് ഏതൊക്കെ ബിൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സെയിൽസ് നടന്നിട്ടുള്ളത് എന്ന് ഈ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഐറ്റം വൈസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ക്യൂൻ എൻ്റർപ്രൈസസിന് 1-12 സെയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽസിൻ്റെ ലെഡ്ജറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഐറ്റവും വെച്ചിട്ട് നമ്മൾ സെയിൽസിൻ്റെ റിപ്പോർട്ട് നോക്കുന്നത്. അടുത്തത് വരുന്നത് സെയിൽസിൻ്റെ ലെഡ്ജർ, സെയിൽസ് മാത്രമായിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും ഡിസ്പ്ലേ സെലക്ട് ചെയ്യുക, അക്കൗണ്ട്സിൽ ലെഡ്ജർ എടുക്കുക, അതിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് വരും. സെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷിന് സെയിൽ ചെയ്തതും അതുപോലെ തന്നെ ഓരോ പാർട്ടികൾക്ക് സെയിൽ ചെയ്തതും എല്ലാതും വരുന്നുണ്ട്. ഇതിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓൾട്ട് F2 കൊടുത്ത് നമുക്ക് ആവശ്യമുള്ളതിനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ പ്രത്യേക ഡേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പീരിയഡ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് റിപ്പോർട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സെയിൽസിൻ്റെ റിപ്പോർട്ട് ഓരോ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പർച്ചേസിൻ്റെ റിപ്പോർട്ട് നോക്കുക. സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. പാർട്ടി നെയിം സെലക്ട് ചെയ്താലും ഡേറ്റ് ആയാലും എല്ലാതും പർച്ചേസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിലും ഇതേ ഫോർമാറ്റിൽ തന്നെ നോക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.